ക്ലബ് ഫുട്ബോൾ അതിൻ്റെ അവസാന റൗണ്ടിലാണ്. യൂറോപ്യൻ ടോപ്പ് 5 ലീഗിലൊക്കെ അതിൻ്റെ ജേതാക്കളെ കണ്ടെത്തി കഴിഞ്ഞു. ചാമ്പ്യൻസ് ലീഗ് ഫൈനലാണ് ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം. കളിക്കാർ ദേശീയ കുപ്പായത്തിലേക്കും ഫുട്ബോൾ ആരാധകർ ലോകകപ്പ് എന്ന മഹാമാമകത്തിലേക്കും ചുരുങ്ങാൻ ഇനി വെറും ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനിടയിലൂടെ ക്ലബ്ബുകൾ മറ്റൊരു പ്രധാന കാര്യം കൂടി ആസൂത്രണം ചെയ്യും. യെസ്, സമ്മർ ട്രാൻസ്ഫർ വിൻഡോ. പോയ സീസണിലെ തെറ്റുകൾ തിരുത്താനും പടിയിറങ്ങുന്ന താരങ്ങൾക്കൊത്ത പകരക്കാരെ തിരയാനും ക്ലബ്ബുകൾക്ക് മുന്നിലുള്ള അവസരം. റയലും ബാർസയും ചെൽസിയും യുണൈറ്റഡും അടക്കം പല വമ്പന്മാരും ഇക്കുറി കാര്യമായി തന്നെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇറങ്ങിക്കളിക്കാനാണ് സാധ്യത. യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകളുടെ റഡാറിലുള്ള താരങ്ങൾ ആരൊക്കെ പരിശോധിക്കാം. കാർലോസ് ഹെൻറിക് കാസമീറോ. തൻ്റെ പീക്ക് ഫോമിലല്ലെങ്കിലും അയാൾ ഈ സീസണിൽ നടത്തിയ പ്രകടനത്തെ പറ്റി നിങ്ങളൊരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകനോട് ചോദിച്ചാൽ അതിനെ വർണ്ണിക്കാൻ ഒരു പക്ഷേ അയാൾ പാടുപെട്ടേക്കാം. അതേ പ്രയാസം തന്നെയായിരിക്കും കാസമീറോക്കൊത്ത പകരക്കാരനെ കണ്ടെത്തുന്നതിൽ മൈക്കിൾ കാരിക്കും യുണൈറ്റഡ് മാനേജ്മെൻറ്റും നേരിടുക. മുൻ പരിശീലകൻ റൂബൻ അമോറിമിൻ്റെ ടാറ്റിക്സിൽ നിന്നും വ്യത്യസ്തമായി ബ്രൂണോ ഫെർണാണ്ടസിന് കൂടുതൽ ഫ്രീഡം നൽകുന്ന രീതിയായിരുന്നു കാരിക്കിൻ്റേത്. അതിന് പിന്നിൽ ഡിഫൻസിന് കരുത്തേക്ക് നിലയുറപ്പിച്ചതാകട്ടെ കസമീറോ കോബി മൈനു സഖ്യവും. ഈ ടെമ്പോ നിലനിർത്താനാവുന്ന ഒരാളെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ നിന്ന് കണ്ടെത്തുകയാണ് യുണൈറ്റഡിൻ്റെ പ്രധാന ലക്ഷ്യം. ഇംഗ്ലീഷ് താരം എലിയോട്ട് ആൻഡേഴ്സന്റെ പേരാണ് പ്രൈമറി ടാർഗറ്റായി പറഞ്ഞു കേൾക്കുന്നത്. നേരത്തെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കൂടി റഡാറിൽ പ്രമുഖ മാധ്യമങ്ങൾ താരത്തെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും പെപ്പ് പടിയിറങ്ങുന്ന സാഹചര്യത്തിൽ യുണൈറ്റഡിന് കാര്യങ്ങൾ എളുപ്പമാവും. ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ ഇറ്റാലിയൻ താരം സാൻഡ്രോ ടൊണാലി, റയൽ മിഡ്ഫീൽഡർമാരായ ഷോമിനി, കമാവിംഗ തുടങ്ങിയ പേരുകളും കസമീറോയുടെ പകരക്കാരുടേതായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ട്രാൻസ്ഫർ വിൻഡോയിൽ ടീമുമായി ബന്ധിപ്പിച്ച് പറഞ്ഞു കേട്ടിരുന്ന ബ്രൈറ്റൺ താരം കാർലോസ് ബലാബയെ എത്തിക്കാനും നീക്കം സജീവമാണ്. നിലവിലെ ടീമിന്റെ 2ാം നമ്പർ ഗോൾ കീപ്പറായ അൽത്തായ് ബൈന്ദിർ അടുത്ത സീസണിൽ തുർക്കി ക്ലബ്ബുകളൊന്നിലേക്ക് ചേക്കേറുമെന്ന വാർത്ത സജീവമാണ്. അങ്ങനെയെങ്കിൽ യുണൈറ്റഡ് പ്രീമിയർ ലീഗിൽ നിന്ന് തന്നെ ഒരു ബാക്കപ്പ് ഗോൾ കീപ്പറെയോ അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിൽ ലോണിൽ പറഞ്ഞയച്ച ആന്ധ്ര ഒനാനയെ മടക്കി കൊണ്ടുവരികയോ ശ്രമിക്കുന്നതാണ്. ലെഫ്റ്റ് ബാക്ക് റോളിലും യുണൈറ്റഡ് ഈ വിൻഡോയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ സാധ്യതയുണ്ട്. 30 മിനിറ്റ് നിലവിലെ സ്റ്റാർട്ടിംഗ് ലെഫ്റ്റ് ബാക്ക് ലൂക്ക് ഷോക്ക് പകരം മറ്റൊരു ഇംഗ്ലീഷ് താരമായ ലൂയിസ് ഹാളിനെയാണ് യുണൈറ്റഡ് ലക്ഷ്യം വെക്കുന്നത്. ന്യൂകാസിൽ യുണൈറ്റഡുമായി അടുത്ത 3 വർഷത്തേക്ക് കൂടി കരാറിലുള്ള 21-കാരനെ ടീമിലെടുക്കുന്നത് വഴി ഒരു ലോങ് ടേം പ്രൊജക്റ്റാണ് അവർ ലക്ഷ്യമിടുന്നത്. മിഡ്ഫീൽഡിലും താരത്തെ ഉപയോഗിക്കാമെന്നത് യുണൈറ്റഡിന് മുതൽക്കൂട്ടാകും. ലോകകപ്പ് സ്ക്വാഡിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ഹാൾ അടുത്ത സീസണിൽ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാമെന്ന ഓഫർ യുണൈറ്റഡ് മുന്നോട്ടേക്ക് വെച്ചാൽ സ്വീകരിക്കാൻ സാധ്യത ഏറെയാണ്. ജോഷ്വ സിർക്സി, മാർക്കസ് റാഷ്ഫോർഡ് തുടങ്ങിയവർക്കായി AS റോമ, ബാർസലോണ ടീമുകൾ രംഗത്ത് വരാനിടയുണ്ട്. ഈ ഡീലുകൾ നടന്നാൽ മുന്നേറ്റ നിരയിലും യുണൈറ്റഡ് പകരക്കാരെ തിരയുമെന്ന് ഉറപ്പ്. ലോകകപ്പ് വർഷത്തിൽ കാര്യമായി പണമിറക്കുന്ന ടീമുകളിലൊന്നാണ് റയൽ മാഡ്രിഡ്. ഹാമിഷ് റോഡ്രിഗസ്, കെയ്ലർ നവാസ്, തിവോ കോട്ടുവ തുടങ്ങി ടീമിന്റെ വിജയങ്ങളിൽ ഏറെ നിർണായക സാന്നിധ്യം ചെലുത്തിയ താരങ്ങളെ റയൽ ടീമിലെത്തിച്ചത് വിവിധ ലോകകപ്പ് വർഷങ്ങളിലാണ്. ഇക്കുറിയും അതിന് സാധ്യത ഏറെയാണ്. കാരണം പ്രധാന കിരീടങ്ങളൊന്നുമില്ലാത്ത 2 സീസണാണ് അവർക്ക് മുന്നിൽ കടന്നുപോയത്. ഇതിനിടെ മാറി മാറി വന്നത് 3 പരിശീലകരും. പടിയിറങ്ങാൻ അർബലോവയും പകരമിറങ്ങാൻ മൗറീനയും ഒരുങ്ങി നിൽക്കുമ്പോൾ വരാനിരിക്കുന്ന ട്രാൻസ്ഫർ വിൻഡോയിൽ ഫ്ലോറന്റീനോ പെരസ് അടങ്ങിയിരിക്കാൻ സാധ്യതയില്ല. ഡാനി കാർവഹാൽ, ഡേവിഡ് അലാവ തുടങ്ങിയ വെറ്ററൻ താരങ്ങൾ ടീം ഇടുമെന്ന് ഉറപ്പായതോടെ ഡിഫൻസിനെ ശക്തിപ്പെടുത്തുന്ന നീക്കങ്ങൾ റയൽ നടത്തുമെന്ന് ഉറപ്പാണ്. വൽവർഡെ, ഷൗമനി, കമാവിംഗ, ഡാനി സെബയോസ് എന്നീ 4 താരങ്ങളിൽ 1 അതിലധികമോ താരങ്ങൾ ടീം ഇടുമെന്ന് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ റയലിന് മിഡ്ഫീൽഡിലേക്കും ആളത്തേറിയൽ അനിവാര്യമാകും. ക്രിസ്റ്റൽ പാലസിന്റെ ആദം വാർട്ടൻ തന്നെയാകും മിഡ്ഫീൽഡിലെ റയലിന്റെ പ്രഥമ ചോയ്സ്. ടോണി ക്രൂസ് പ്രൊഫൈലിലുള്ള താരത്തെ ടീമിലെത്തിക്കാനുള്ള നീക്കങ്ങൾ കഴിഞ്ഞ കുറേ ട്രാൻസ്ഫർ വിൻഡോയിൽ റയൽ നടത്തി വരുന്നതാണ്. പരിശീലക ചുമതലയിൽ നിന്നും ഒലിവർ ഗ്ലാസ്നർ പടിയിറങ്ങുന്ന സാഹചര്യത്തിൽ ക്രിസ്റ്റൽ പാലസിൽ നിന്നും താരത്തെ അടർത്തി ഒപ്പം കൂട്ടാൻ റയലിന് കാര്യമായ അധ്വാനം ഇക്കുറി വേണ്ടിവരില്ല. 22-കാരനായ വാർട്ടനെ ടീമിലെടുക്കുന്നത് വഴി ഒരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് കൂടിയാണ് റയൽ ലക്ഷ്യം വെക്കുന്നത്. മിഡ്ഫീൽഡ് ചോയ്സിൽ റയലുമായി കണക്ട് ചെയ്ത് ഉയരുന്ന മറ്റൊരു പേര് റോഡ്രിയുടേതാണ്. ഒരു മാഡ്രിഡുകാരൻ കൂടിയായ താരം റയലിൽ കളിക്കാനുള്ള തന്റെ ആഗ്രഹം പലതവണ പ്രകടിപ്പിച്ചിട്ടുണ്ട്. 29 വയസ്സ് കഴിഞ്ഞ താരത്തെ റയൽ പരിഗണിക്കാൻ ഇടയില്ല എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും പരിശീലകനായി ചുമതലയേൽക്കുന്ന മൗറീനോയുടെ തീരുമാനം അന്തിമമായിരിക്കും. ഡിഫൻസിന് ഒരു സോളിഡ് ബാക്കപ്പ് നൽകുന്ന മിഡ്ഫീൽഡർ എന്ന നിലക്ക് റോഡ്രി മൗറീനോയുടെ ഗുഡ് ബുക്കിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള താരമാണ്. അത് തന്നെയാണ് ഈ റൂമറുകൾക്ക് ശക്തി പകരുന്നത്. വിയാറയൽ, അത്ലറ്റിക്കോ മാഡ്രിഡ് ടീമുകൾക്കൊപ്പം ലാലിഗ പരിചയസമ്പത്തുള്ള താരം പെപ് ഗാർഡിയോളയുടെ വരവോടെയാണ് സിറ്റിയിലേക്ക് ചേക്കേറിയത്. ഈ സീസൺ അവസാനം പെപ്പ് സിറ്റി വിടുമ്പോൾ അത് റോഡ്രിയുടെ കൂടുമാറ്റത്തിനും വഴിയൊരുക്കുമെന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഡാനി കാർവഹാലിന്റെ റീപ്ലേസ്മെന്റായി ഡീഗോ ഡാലോട്ടിനെയും ഡേവിഡ് അലാബ പോകുന്ന വിടവിലേക്ക് സ്പോർട്ടിംഗ് താരം മോർട്ടൻ ഹ്യൂൽമാൻഡിനെയും മൗറിനോ റെക്കമെൻഡ് ചെയ്തു എന്ന വാർത്തകളും വരുന്നുണ്ട്. പരിക്ക് മൂലം കഴിഞ്ഞ 2 സീസണിൽ ടീമിന് കാര്യമായ സംഭാവനകൾ നൽകാത്ത അലാബ ടീം വിടുന്നതിലൂടെ ശമ്പള ഇനത്തിൽ റയലിന് ലാഭം വരുന്നത് വലിയൊരു തുകയാണ്. ഇത് ഉപയോഗപ്പെടുത്തി ട്രാൻസ്ഫർ മാർക്കറ്റിൽ കളം പിടിക്കാനാണ് അവരുടെ നീക്കം. ലിസ്റ്റിലെ ഏറ്റവും പുതിയ പേരുകളിൽ ഒന്നായ സ്പോർട്ടിംഗ് നായകൻ മോർട്ടൻ ഹ്യൂൽമാൻഡിന് വേണ്ടി യൂറോപ്പിലെ വിവിധ ടീമുകൾ രംഗത്തുണ്ട്. ലാലിഗ ജേതാക്കളായ ബാഴ്സക്കും ഈ വർഷം ട്രാൻസ്ഫർ വിൻഡോയിൽ കാര്യമായ പണിയുണ്ട്. അതിലൊന്ന് റോബർട്ട് ലെവൻഡോസ്കിയുടെ പകരക്കാരനെ കണ്ടെത്തുക എന്നതാണ്. 2022 സമീപകാലത്തെ ഏറ്റവും മോശം ബാർസ നിരയിലേക്ക് ബയണിൽ നിന്നും വന്ന ലെവ പിന്നീട് അങ്ങോട്ട് ടീമിനെ നെടുംതുടായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഈ സീസൺ അവസാനത്തോടെ താരം സ്പെയിൻ വിടുമ്പോൾ ആ റോളിലേക്ക് ബാർസ ആരെ കൊണ്ടുവരുമെന്ന് ആരാധകരും ഉറ്റുനോക്കുകയാണ്.
ലെവയുടെ ബാക്കപ്പായി വന്ന് പിന്നീട് തിരികെ ജന്മനാട്ടിലേക്ക് മടങ്ങിപ്പോവേണ്ടി വന്ന ഒരു കൗമാര താരമുണ്ടായിരുന്നു ബാർസയിൽ. പേര് വിക്ടർ റോക്കെ. ബാക്ക് ടു ബാക്ക് ലാലിഗ ജയിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ റോക്കയെ പോലെ ഒരു കൗമാര താരത്തെ കൊണ്ടുവന്ന ഒരു പരീക്ഷണത്തിന് ബാർസ ഇനി മുതിരാനിടയില്ല. പകരം എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കറെ നേടാനാണ് സാധ്യത. ഹൂലിയൻ അൽവാരസ്, വിക്ടർ ഓഷ്മാൻ തുടങ്ങിയ പേരാണ് പ്രധാനമായും ഉയരുന്നത്. നിലവിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് അറ്റാക്കിന്റെ കോർ സ്ട്രെങ്തായ അൽവാരസിനെ ഏത് വിധേനയും റാഞ്ചാനാണ് ബാർസ തയ്യാറെടുക്കുന്നത്. സീസണിലുടനീളം മാധ്യമങ്ങൾ ഈ കൂടുമാറ്റ വാർത്തയെപ്പറ്റി ചോദ്യങ്ങളുമായി വന്നപ്പോൾ അൽവാരസ് ഒരിക്കൽ പോലും നിഷേധിച്ചിരുന്നില്ല. ഇത് അഭ്യൂഹങ്ങളുടെ ആക്കം കൂട്ടി. എന്നാൽ ഗ്രീസ്മാൻ പടിയിറങ്ങിയ സാഹചര്യത്തിൽ ഇത്തരമൊരു നീക്കത്തിന് അത്ലറ്റിക്കോ മാഡ്രിഡ് സമ്മതം മൂളുമോ എന്ന കാര്യം സംശയമാണ്. പ്രത്യേകിച്ചും പരിശീലക റോളിൽ സിമിയോണി തന്നെ തുടരുന്ന സാഹചര്യത്തിൽ സെക്കൻഡറി ഓപ്ഷനായ ഓഷിമാന്റെ കാര്യത്തിൽ ബാർസക്ക് മുന്നിലെ ഏക വെല്ലുവിളി സാലറി തന്നെയാണ്. നിലവിൽ തുർക്കി ക്ലബ്ബ് ഗലറ്റസറായ്ക്ക് വേണ്ടി കളിക്കുന്ന താരത്തിന് അവിടെ നൽകുന്ന അതേ സാലറി ഇവിടെയും നൽകിയാൽ അത് ലാലിഗയുടെ ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ റൂളിന് ബാധിക്കാനിടയുണ്ട്. അതാണ് ഈ നീക്കത്തിന് തടസ്സമാവുന്നത്. ഏരിയൽ എബിലിറ്റിയിലും ക്ലിനിക്കൽ ഫിനിഷിങ്ങിലും എല്ലാം ലെവൻഡോസ്കിയോളം തന്നെ മികവുള്ള ഓഷിമാൻ തങ്ങൾക്കൊത്ത കളിക്കാരനാണെന്ന ബോധ്യം ബാർസക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡീൽ ഉറപ്പിക്കാൻ താരത്തിന്റെ ഏജന്റുമായി ക്ലബ്ബ് ചർച്ചയ്ക്ക് ഒരുങ്ങുന്നുവെന്നാണ് വാർത്ത. സീസണിൽ ലോൺ അടിസ്ഥാനത്തിൽ ടീമിലെത്തിയ മാർക്കസ് റാഷ്ഫോർഡിനെ സ്ഥിരപ്പെടുത്താനും നീക്കങ്ങൾ നടക്കുന്നുണ്ട്. യുണൈറ്റഡ് താരത്തിനായി ആവശ്യപ്പെടുന്ന തുകയിൽ ബാർസ തൃപ്തരല്ലെങ്കിലും ട്രാൻസ്ഫർ തുകയെ ചൊല്ലി ഇരുവർക്കുമിടയിൽ ഉടനൊരു ചർച്ച നടക്കുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ചെൽസിയുടെ ബ്രസീലിയൻ മുന്നേറ്റ താരം ജാവോ പെഡ്രോയുടെ പേരും ബാർസയുമായി കണക്ട് ചെയ്ത് പുറത്തു വരുന്നുണ്ട്. എങ്കിലും ഈ വാർത്ത ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ചെൽസി പരിശീലകനായിരിക്കെ മാഞ്ചസ്റ്റർ സിറ്റിയുമായി കൂടുമാറ്റ ചർച്ചകൾ നടത്തിയെന്ന പേരിലാണ് എൻസോ മാരസ്കയെ ബ്ലൂക്കോ പുറത്താക്കുന്നത്. പകരമെത്തിയ ലിയോ റൊസേനിയർ ആകട്ടെ ട്രാൻസ്ഫർ വാർത്തകളോട് പ്രതികരിച്ചതിന്റെ പേരിൽ എൻസോ ഫെർണാണ്ടസിനെ 2 മത്സരങ്ങളിൽ നിന്ന് വിലക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ആ റൊസേനിയറും ചെൽസിയിലില്ല. പകരം വന്നതാകട്ടെ പരിശീലക റോളിൽ പ്രീമിയർ ലീഗിലെ നവാഗതനായ സാബി അലോൺസോയും. സ്ഥിരം ട്രാക്ക് വിട്ട് ഹെഡ് കോച്ചിലുപരി മാനേജറായിക്കൊണ്ട് സാബിയോ എത്തിച്ച ചെൽസി അയാൾക്ക് വേണ്ട വിധം ടീമിനെ പരുവപ്പെടുത്തി കൊടുക്കാൻ ഒരുങ്ങുകയാണ്. ഒരു പറ്റം യങ് ബ്ലഡുകളുള്ള ചെൽസി നിരയിലേക്ക് പരിചയസമ്പത്തുള്ള താരങ്ങൾ എത്തിക്കാൻ ചെൽസി തയ്യാറെടുക്കുകയാണെന്നാണ് റിപ്പോർട്ട്. അതിലൊന്ന് മുമ്പ് ലെവർകൂസനിൽ സാബിക്ക് കീഴിൽ കളിച്ച എഡ്മണ്ട് ടാപ്സോബയാണ്. മുന്നേറ്റ നിരയിലും ചെൽസി ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബോർണ്മൗത്തിന്റെ കൗമാര താരം ജൂനിയർ ക്രോപ്പി. പക്ഷേ ലീഗ് ജേതാക്കളായ ആർസനലും താരത്തിനായി രംഗത്തുള്ള സാഹചര്യത്തിൽ ക്രൗപ്പി ആരെ തിരഞ്ഞെടുക്കുമെന്ന് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. നിലവിൽ ബോൺമൗത്ത് യൂറോപ്പ ലീഗിനും ചെൽസി കോൺഫറൻസ് ലീഗിനും യോഗ്യത നേടാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഗണ്ണേഴ്സിനൊപ്പം ചാമ്പ്യൻസ് ലീഗ് കളിക്കാനുള്ള അവസരം ക്രൗപ്പി നഷ്ടപ്പെടുത്താനിടയില്ല. പെപ്പിനെ കാണിച്ച് ട്രാൻസ്ഫർ ഡീലുകൾ ഹൈജാക്ക് ചെയ്യുന്ന പരിപാടി ഇനി സിറ്റിക്ക് നടക്കില്ല. ബെർണാഡോ സിൽവ ടീം വിടുമെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പകരക്കാരെ എങ്ങനെ എത്തിക്കുമെന്ന് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. തന്റെ മുൻ ശിഷ്യനായ മാർക്ക് കുക്കുറയെ സിറ്റിയിലേക്ക് കൊണ്ടുവരാൻ മരസ്ക ശ്രമം നടത്തുമ്പോൾ ജോൺ സ്റ്റോൺസിനെ സിറ്റി വിട്ട് ടീമിലെത്തിക്കാൻ ബയൺ മ്യൂണിക്ക് കളത്തിലുണ്ട്. മേൽപ്പറഞ്ഞ വാർത്തകളൊക്കെയും യൂറോപ്പിലെ പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തവയാണെങ്കിലും പലതിനും വിധി കുറിക്കുക ഈ ലോകകപ്പാണ്. അതിൽ അവരുടെ പ്രകടനം ഒരു പരിധിവരെ ഈ കൂടുമാറ്റങ്ങൾക്ക് അളവുകോലാകും. ലോകകപ്പ് സെൻസേഷനുകളായി പുതിയ താരങ്ങൾ അവതാര പിറവിയെടുത്താൽ ഒരുപക്ഷെ കച്ചവട കമ്പോളത്തിലെ സമവാക്യങ്ങൾ ഒക്കെ മാറി മറിഞ്ഞേക്കാം. കാത്തിരിക്കാം ലോകകപ്പിനും അതിന് പിന്നാലെ വരുന്ന ആവേശ ട്രാൻസ്ഫറുകൾക്കും.